നമസ്കാരം. ഇൻഫോർട്ട് ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യത. ഗുരുവായൂർ സ്വദേശി കോവിഡ് ബാധിച്ച് മരിച്ചു. വടക്കുംപാറയിലെ നടുച്ചിറയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചതോടെ ജനങ്ങൾ ഭീതിയിൽ. കനത്ത മഴയിൽ കിഴൂർ കാക്കത്തുരുത്ത് വെള്ളത്തിൽ മുങ്ങി 30ഓളം കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. അളഗപ്പ നഗർ സ്കൂൾ റീഡിംഗ് ക്ലബ് സംഘടിപ്പിക്കുന്ന വായനോത്സവത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ വിശിഷ്ടാതിഥിയെ കണ്ട് അമ്പരന്ന് സ്കൂളിലെ കുട്ടികൾ. ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വരവേൽപ്പ് 2025 നടത്തി. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ശവമഞ്ച യാത്ര നടത്തി. ചക്കിപ്പറമ്പ് ട്രൈബൽ ഉന്നതിയിൽ 1 കോടി രൂപയുടെ വികസനം നടപ്പിലാക്കും. അരീക്കാപ്പ് വീരാങ്കുടി ഉന്നതിയിലുള്ളവരുടെ പുനരധിവാസം അവസാന ഘട്ടത്തിൽ. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തിപ്പിക്കാൻ തീരുമാനം. ആദ്യഘട്ടത്തിൽ കായിക പരിശീലനങ്ങളും വ്യായാമവും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യത. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ചയോടെ മഴയുടെ തീവ്രത കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. വടക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും പശ്ചിമ ബംഗാളിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടു. ഇത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഗുരുവായൂർ സ്വദേശി കോവിഡ് ബാധിച്ച് മരിച്ചു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ കോട്ടപ്പിടി പുന്നത്തൂർ റോഡിൽ അമ്പലത്ത് വീട്ടിൽ പണ്ടാരത്തി ഹാഷിം ചാവക്കാടിന്റെ മകൻ ഫിറോസ് ഹാഷിമാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയിലാണ് മരിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഖബറടക്കം നടക്കും. വടക്കുംപാറയിലെ നടുച്ചിറയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചതോടെ ജനങ്ങൾ ഭീതിയിൽ. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടുകൂടിയാണ് കാട്ടാന വീടുകളിലെത്തിയത്. വനം വകുപ്പും പഞ്ചായത്തും ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി വേലിയുടെ പ്രവർത്തനം തകരാറിലായിട്ടും തകരാർ പരിഹരിക്കാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ല. ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുവാനോ പുതിയ വൈദ്യുതി വേലി സ്ഥാപിക്കുവാനോ മന്ത്രി കെ രാജൻ തയ്യാറായിട്ടില്ലെന്നും ഇത് തുടർന്നാൽ ജനങ്ങളെ അണിനിരത്തി മന്ത്രിയെ റോഡിൽ തടയുമെന്നും DCC എക്സിക്യൂട്ടീവ് അംഗം KC അഭിലാഷ് പറഞ്ഞു. കനത്ത മഴയിൽ കിഴൂർ കാക്കത്തുരുത്ത് വെള്ളത്തിൽ മുങ്ങി 30ഓളം കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. ഈ പ്രദേശത്തിലേക്കുള്ള ഏക റോഡിൽ വെള്ളം നിറഞ്ഞ് വാഹനങ്ങൾക്ക് പോകാനാകാത്ത അവസ്ഥയാണ്. ഇവിടെ താമസിക്കുന്ന 30ഓളം കുടുംബങ്ങളിൽ പലരും വെള്ളപ്പൊക്ക ഭീഷണി കാരണം ബന്ധുവീടുകളിലേക്ക് താമസം മാറി. മാറാൻ സാധിക്കാത്ത പലരും വെള്ളം കയറിയ വീടുകളിൽ തന്നെ കഴിയുകയാണ്. 2018 വലിയ വെള്ളപ്പൊക്കത്തിലാണ് കാക്കത്തുരുത്ത് ആദ്യമായി മുങ്ങിയത്. അളഗപ്പ നഗർ സ്കൂൾ റീഡിംഗ് ക്ലബ് സംഘടിപ്പിക്കുന്ന വായനോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് എത്തിയ വിശിഷ്ടാതിഥിയെ കണ്ട് അമ്പരന്ന് സ്കൂളിലെ കുട്ടികൾ.
മൂന്നാം ക്ലാസ്സിലെ കേരള പാഠാവലി പാഠപുസ്തകത്തിന്റെ രണ്ടാം ഭാഗത്ത് പൂമ്പാറ്റുമ്മ എന്ന സ്വന്തം കഥ പഠിക്കാൻ ഭാഗ്യം നേടിയ കൊച്ചു കഥാകാരി മെയ് സിതാരയാണ് വായനോത്സവത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ വിശിഷ്ടാതിഥി. എന്നും മുതിർന്നവരുടെ പ്രസംഗങ്ങൾ കൊണ്ട് വിരസമായിരുന്ന ഉദ്ഘാടനവേദി കവിതകൾ ചൊല്ലിയും പാട്ടുപാടിയും കഥകൾ പറഞ്ഞും കൊച്ചു കൂട്ടുകാരി സുട്ടു കുട്ടികൾക്ക് കൗതുകമായി മാറി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയും കൊടകര സ്വദേശികളായ സിനിമ സൗണ്ട് എഞ്ചിനീയർ അജയൻ അഡാട്ടിന്റെയും അധ്യാപികയായ പാർവതിയുടെയും മകളായ മെയ് സിതാര കുഞ്ഞുകാലം മുതൽ പറഞ്ഞിരുന്ന കഥകൾ അമ്മ സമാഹരിച്ച് സുട്ടു പറഞ്ഞ കഥകൾ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ പുസ്തകത്തിലെ ഒരു കഥയായ പൂമ്പാറ്റുമ്മയാണ് 3ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തങ്ങളുടെ വിശിഷ്ടാതിഥിയായ സുട്ടുവിന് എഴുതിയും വരച്ചും ഭംഗിയായി നിർമ്മിച്ച ആശംസാ കാർഡുകൾ കുട്ടികൾ സമ്മാനമായി നൽകി. വായനോത്സവം അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ദിനിൽ പാലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് സിനി M കുര്യാക്കോസ് സ്വാഗതവും കൺവീനർ മഞ്ജുഷ മാത്യു നന്ദിയും രേഖപ്പെടുത്തി. PTA പ്രസിഡന്റ് ശാലിനി NS ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജൂൺ 19 മുതൽ 25 വരെ നടക്കുന്ന വായനാ വാരത്തിൽ സ്കൂൾ ലൈബ്രറി പൊതുജനങ്ങൾക്കായും രക്ഷിതാക്കൾക്കായും തുറന്നു നൽകുന്നതാണ് വായനോത്സവം. സൗജന്യമായി ആർക്കും സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാവുന്നതാണ്. വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ആസ്വാദനക്കുറിപ്പും നൽകാവുന്നതാണ്. ഇതിൽ മികച്ചവയ്ക്ക് സമ്മാനങ്ങളും നൽകുന്നതായിരിക്കും. പരിപാടികൾക്ക് സ്റ്റാഫ് സെക്രട്ടറി പുഷ്പ T, അധ്യാപകരായ MB സജീഷ്, ജിഷ IS, സുമി എന്നിവർ നേതൃത്വം നൽകി. ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വരവേൽപ്പ് 2025 നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജെനീഷ് P. ജോസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് റിൻസൺ മണവാളൻ അധ്യക്ഷത വഹിച്ചു. ദൂരദർശൻ മുൻ ന്യൂസ് റീഡറും മാധ്യമപ്രവർത്തകനുമായ R. ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പാൾ വിജയശ്രീ SS, ഹെഡ് മിസ്ട്രസ് ഷീജ ആന്റണി, ജോഷി TN, എൽദോ പൗലോസ്, ജയ TT, സുനേഷ് അബ്രഹാം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചരിത്രത്തിൽ ആദ്യമായി SSLC പരീക്ഷയിൽ 41 ഫുൾ A+ നേടി 100% കൈവരിച്ച മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ബിജി PS സ്വാഗതം പറഞ്ഞു. വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 2024-25 അധ്യയന വർഷത്തിൽ LSS, USS, NMMS നേടിയ വിദ്യാർത്ഥികളെയും SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും എൻഡോമെന്റുകൾ നൽകി അനുമോദിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹേമലത നന്ദകുമാർ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസ്ലി തോമസ്, വാർഡ് മെമ്പർ പുഷ്പാകരൻ ഒറ്റാലി, കൊടകര BPC TR അനൂപ്, PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, MPTA പ്രസിഡന്റ് ജീവ ബേബി, OSA ചെയർമാൻ KN ജയപ്രകാശ്, സീനിയർ അധ്യാപിക EK അമൃതപ്രിയ, സ്റ്റാഫ് സെക്രട്ടറി മിനി PD എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക സീന KT നന്ദി പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ശവമഞ്ചയാത്ര നടത്തി. ചാപ്പാറ ക്രിമിറ്റോറിയത്തിൽ 2 സംസ്കരണ യൂണിറ്റുണ്ടെങ്കിലും നിലവിൽ ഒരെണ്ണം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും വെള്ളക്കെട്ടുള്ള ഇടങ്ങളിൽ ഒരു മരണം നടന്നാൽ വീടുകളിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ചാപ്പാറ ക്രിമിറ്റോറിയത്തിൽ 2 സംസ്കരണ യൂണിറ്റും പ്രവർത്തനക്ഷമമാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ശവമഞ്ചയാത്ര നടത്തിയത്. ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KA സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. ON ജയദേവൻ, രശ്മി ബാബു, ശിവറാം, വിനീത ടിങ്കു എന്നിവർ നേതൃത്വം നൽകി.
ആ സംവിധാനം നടക്കുമ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ 44 വാർഡിലും മരണപ്പെടുന്ന ആളുകൾക്ക് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം കൊടുങ്ങല്ലൂർ നഗരസഭയിലില്ല. ചക്കിപ്പറമ്പ് ട്രൈബൽ ഉന്നതിയിൽ 1 കോടി രൂപയുടെ വികസനം നടപ്പിലാക്കും. പുതുക്കാട് മണ്ഡലത്തിലെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചക്കിപ്പറമ്പ് പട്ടികവർഗ ഉന്നതിയിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കെ രാമചന്ദ്രൻ MLA പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ C. ഹെറാൾഡ് ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല ശിവരാമൻ, ഊരിമൂപ്പൻ MN വിജയൻ എന്നിവർ സംസാരിച്ചു. പട്ടികവർഗ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവും പട്ടികവർഗ വിഭാഗക്കാരുടെ സാമ്പത്തിക സാമൂഹിക സ്ഥിതി മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാന നിർമ്മിതിക കേന്ദ്രം തൃശൂരിനാണ് നിർമ്മാണ ചുമതല. അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതിയിലുള്ളവരുടെ പുനരധിവാസം അവസാന ഘട്ടത്തിൽ. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. ജില്ലയിലെ ആദിവാസി വിഭാഗങ്ങൾക്കുള്ള വ്യക്തിഗത വനാവകാശ രേഖ കൈമാറൽ 100% പൂർത്തിയാകുന്നതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതിയിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് കണ്ടെത്തിയ സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. പുനരധിവാസ സ്ഥലത്ത് അതിർത്തി നിർണയത്തിനായുള്ള കല്ലിടിയിൽ നടപടികളുടെ പുരോഗതിയും കളക്ടർ വിലയിരുത്തി. ആദിവാസി ഗോത്രവർഗങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനപ്രകാരം അവരെ പുനരധിവസിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. 2018 വെള്ളപ്പൊക്കത്തിൽ കുടിയിറക്കപ്പെട്ടവരാണ് അതിരപ്പള്ളി പഞ്ചായത്തിലെ മലക്കപ്പാറയിലെ ഞണ്ടുകൂട്ടൻ പാറയിൽ കഴിയുന്ന വീരാങ്കുടി ഉന്നതിക്കാർ. താമസയോഗ്യമല്ലാത്ത സ്ഥലത്ത് പ്ലാസ്റ്റിക് വലിച്ചുകെട്ടിയ ഷെഡിലാണ് ഇവർ കഴിയുന്നത്. 5 കിലോമീറ്ററോളം കുന്നിറങ്ങി വേണം അരേക്കാപ്പ് എത്താൻ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും ജില്ലാ കളക്ടറും സംഘവും ഉന്നതികളിൽ നേരിട്ടെത്തി ഇവരുടെ പ്രശ്നങ്ങൾ കേട്ടിരുന്നു. ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തിപ്പിക്കാൻ തീരുമാനം. ആദ്യഘട്ടത്തിൽ കായിക പരിശീലനങ്ങളും വ്യായാമവും. ചാലക്കുടിയിൽ നിർമ്മാണം പൂർത്തിയായ ML ജേക്കബ് സ്മാരക മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനം 20 മുതൽ ആരംഭിക്കാൻ നഗരസഭാ യോഗം തീരുമാനിച്ചു. ആദ്യഘട്ടത്തിൽ ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ഷട്ടിൽ പരിശീലനങ്ങൾ ആരംഭിക്കാൻ തീരുമാനമായി. മറ്റ് സമയങ്ങളിൽ വ്യായാമത്തിനായും ഉപയോഗിക്കും. ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. ഇൻഡോർ സ്റ്റേഡിയം മൈതാനത്ത് പേ പാർക്കിംഗ് സൗകര്യമൊരുക്കാൻ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പിനിടയിൽ തീരുമാനിച്ചു. ഇവിടെ ടൈൽ വിരിച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഫീസ് പിരിക്കാൻ പാടുള്ളൂവെന്ന് പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, ഡെപ്യൂട്ടി ലീഡർ ബിജി സദാനന്ദൻ, VJ ജോജി തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 50 രൂപ കൂടി. ഗ്രാമിന് 9250 രൂപ, പവന് 74,000 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യത. ഗുരുവായൂർ സ്വദേശി കോവിഡ് ബാധിച്ച് മരിച്ചു.
വടക്കുംപാറയിലെ നടുച്ചിറയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചതോടെ ജനങ്ങൾ ഭീതിയിൽ. കനത്ത മഴയിൽ കിഴൂർ കാക്കത്തുരുത്ത് വെള്ളത്തിൽ മുങ്ങി 30ഓളം കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. അളഗപ്പ നഗർ സ്കൂൾ റീഡിംഗ് ക്ലബ് സംഘടിപ്പിക്കുന്ന വായനോത്സവത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ വിശിഷ്ടാതിഥിയെ കണ്ട് അമ്പരന്ന് സ്കൂളിലെ കുട്ടികൾ. ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വരവേൽപ്പ് 2025 നടത്തി. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ശവമഞ്ച യാത്ര നടത്തി. ചക്കിപ്പറമ്പ് ട്രൈബൽ ഉന്നതിയിൽ 1 കോടി രൂപയുടെ വികസനം നടപ്പിലാക്കും. അരീക്കാപ്പ് വീരാങ്കുടി ഉന്നതിയിലുള്ളവരുടെ പുനരധിവാസം അവസാന ഘട്ടത്തിൽ. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തിപ്പിക്കാൻ തീരുമാനം. ആദ്യഘട്ടത്തിൽ കായിക പരിശീലനങ്ങളും വ്യായാമവും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.